കൈജു നമ്പർ 8 ആനിമെ റിവെഞ്ച് മാച്ച് എന്നു പേരുള്ള 3ാം എപ്പിസോഡ് എക്സ്പ്ലനേഷനിലേക്ക് സ്വാഗതം. കിളവ, നിങ്ങൾക്കൊരു കൈജുവിന്റെ മണം. റെനോ പെട്ടെന്ന് ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് ഞങ്ങള് കൈജു ഡിസ്പോസലിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാ. ഡിസ്പോസൽ വർക്കേഴ്സിന് ഇവിടെ എന്നാ കാര്യം എന്നവള്. അപ്പോൾ കാഫ്ക വണ്ടി പിടിച്ചുയർത്തി നേരെ വെക്കുന്നതാണ് അവൾ കണ്ടത്. അവൾ ഞെട്ടിപ്പോയി. എന്നിട്ട് കാഫ്ക ജാടയ്ക്ക് പറഞ്ഞു, എക്സാമിനി നമ്പർ 2032 ഹിബിനോ കാഫ്ക. പേരോർത്തു വെച്ചോ കൊച്ചേ. അപ്പോൾ കിക്കുറുവിന്റെ ബട്ട്ലർ പഴയ സ്ഥലത്തേക്ക് വണ്ടി കയറ്റിയിട്ടു. സംസാരിക്കുന്നതിനിടയ്ക്ക് വണ്ടി കയറ്റിയിടുന്നു തെണ്ടി. ആഹാ, എക്സാം വെറും ഒരു ഫോർമാലിറ്റി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിന് ചിലപ്പോൾ രസമായിരിക്കും. തന്നെ ഞാൻ ശരിക്കും നാണം കെടുത്തും ഹിബിനോ കാഫ്ക. അത് പറഞ്ഞിട്ട് അവൾ ബട്ട്ലറിന്റെയും ബോഡി ഗാർഡ്സിന്റെയും കൂടി അകത്തേക്ക് പോയി. അപ്പോൾ റെനോ ആയിഷം കയറി മേലെ താങ്ങി വെട്ടി. കാഫ്ക പേടിച്ചു. പവർ കാണിക്കാൻ അധികം സമയമൊന്നും എടുത്തില്ലല്ലോ. പക്ഷെ അടിപൊളിയല്ലായിരുന്നോ? ഞാൻ അവൾക്ക് കാണാൻ പറ്റാത്ത പാർട്സ് മാത്രമേ ട്രാൻസ്ഫോം ചെയ്തു എന്ന് കാഫ്ക. അതല്ല ഇവിടുത്തെ പ്രശ്നം. അടുത്ത തവണ എങ്ങാനും ഇതുപോലെ ഷോ ഇറക്കിയാൽ ഞാൻ പറഞ്ഞ് വീട്ടിൽ വിടും എന്ന് റെനോ. ഓക്കെ, ഒരു തവണ ഞാനിത് ഉപേക്ഷിച്ചതാണ്. പക്ഷേ അവളുടെ ഒപ്പം നിൽക്കാൻ എനിക്ക് കിട്ടിയ അവസാന അവസരമാണിത്. ഇത്തവണ ഞാൻ തോൽക്കില്ല, കാഫ്ക മനസ്സിൽ ഉറപ്പിച്ചു. ടെസ്റ്റ് തുടങ്ങി. ആദ്യം ക്രോളിംഗ് ടെസ്റ്റ്. ഇതെന്ത് കുന്തമാ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പരിശീലിച്ചതുപോലെ തന്നെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കഠിനമായ ഫിസിക്കൽ വർക്ക് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത്. പരീക്ഷയുടെ 2ാം ഘട്ടത്തിൽ 2 ടെസ്റ്റുകളുണ്ട്. ഫിറ്റ്നസ് ടെസ്റ്റും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. അതെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയതോ അല്ലാത്തതോ ആയിരിക്കും. അതിനർത്ഥം അതെ, പറ്റുന്നത്ര മാർക്ക് ഫിറ്റ്നസ് ടെസ്റ്റിൽ മേടിച്ചെടുക്കണം. അടുത്തത് പുള്ളപ്സ്. നേരത്തെ ഞാൻ ജസ്റ്റ് ബിലോ ആവറേജ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 30 വയസ്സാകുമ്പോൾ ഇത്രയും ശക്തി കുറയുമോ? അപ്പോൾ ഞാൻ എൻ്റെ പവർ ഉപയോഗിച്ചാൽ ഇതിൻ്റെ എല്ലാം മുന്നിൽ കയറാൻ പറ്റുമോ? നാശം, എൻ്റെ ശരീരം അനങ്ങുന്നേ ഇല്ല. റിസൾട്ട് വന്നു. കാഫ്ക ഹിബിനോ ഫിറ്റ്നസ് എക്സാം റാങ്ക് 225-ൽ 219. അപ്പോൾ അതിന്റെ പുറത്തോട് മറ്റൊരു പേപ്പർ വന്നു. അതിൽ ഷിനോമിയ കിക്കുറു ഫിറ്റ്നസ് എക്സാം റാങ്ക് 225-ൽ 5. നിങ്ങളെ നാണം കെടുത്താൻ അധികം നേരം വന്നില്ലല്ലോ എന്ന് അവിടേക്ക് വന്ന് കിക്കുറു പറഞ്ഞു. കാഫ്ക ആകപ്പാടെ അളിഞ്ഞുപോയി. കുറെ ഷോ ഇറക്കിയതല്ലേ, മറക്ക്, എന്റെ പേര് മറക്ക്, ഇപ്പൊ തന്നെ മറക്ക്. കാഫ്ക അവിടെ കിടന്ന് ആലമുറയിട്ടു. അവൾ തിരിച്ച് ഞെളിഞ്ഞ് നടന്നുപോയി. റെനോ അവിടേക്ക് വന്ന് പറഞ്ഞു, ഇപ്പോഴാ സമാധാനമായത്. നിങ്ങൾ ശരിക്കും പവർ ഉപയോഗിച്ചില്ലല്ലോ. എല്ലാവരും ഇവിടെ വരെ എത്താൻ കുറെ കഷ്ടപ്പെട്ടതല്ലേ. എന്റെ ശക്തി ഉപയോഗിക്കുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞ മാസമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനത് ഉപയോഗിക്കേണ്ടതായിരുന്നു. ഞാൻ ഈ ടെസ്റ്റിന് പണ്ടങ്ങാണ്ടോ വന്നതാണ്. കാഫ്ക അവിടെ കിടന്ന സീൻ. നിങ്ങൾക്ക് ആ റാങ്ക് കിട്ടിയതിന്റെ കാരണം അത് മാത്രമായിരിക്കില്ല എന്ന് റെനോ പറഞ്ഞു. ഇതാണ് ഈ വർഷത്തെ ആപ്ലിക്കൻസ്. അയാൾ പേപ്പറുകൾ മീനയ്ക്ക് കൈമാറി. കുറെ പേര് ഇൻട്രസ്റ്റിംഗ് ആണ്. കൈജുവിനെ കൊല്ലാനല്ലാതെ നിങ്ങൾക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ലല്ലോ. അപ്പോൾ മീന കാഫ്കയുടെ ഫോം കണ്ടു. പറഞ്ഞു, ഞാൻ കേട്ടോളാം, അവൾ പറഞ്ഞു. ശരിക്കും? എന്റെ കണ്ണുടക്കി ആദ്യത്തെ ആളെന്നത് റെനോ കാഫ്കയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഇസുമോ ഹാരുയിച്ചി ടോക്കിയോ ന്യൂട്രലൈസേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്ലാസ്സിലെ ടോപ്പായി ഗ്രാജുവേറ്റ് ചെയ്തു. ഈ വർഷത്തെ ഏറ്റവും വിജയസാധ്യതയുള്ളവരിൽ ഒരാൾ. ഫിറ്റ്നസ് റാങ്ക് 2. പിന്നെ ഫുറുഹാഷി ഇഹാരു ഹോച്ചിയോജി ന്യൂട്രലൈസേഷൻ ടെക്നിക്കൽ കോളേജിൽ നിന്നും 1ാമനായി പാസ്സായ അതിശക്തൻ. ഫിറ്റ്നസ് റാങ്ക് 3. അടുത്തത് കാഗുറാഗി യാവോയി ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സിൽ നിന്നും ഉയർന്നു വന്ന താരം. അവൻ അവിടുത്തെ നല്ലൊരു സ്ഥാനം വേണമെന്ന് വെച്ചിട്ടാണ് ഡിഫൻസ് ഫോഴ്സിലേക്ക് വന്നത്. ഫിറ്റ്നസ് റാങ്ക് 1. അതുമാത്രമല്ല, സാധാരണ വർഷങ്ങളിൽ നിന്നും ഈ തവണ ന്യൂട്രലൈസേഷൻ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആപ്ലിക്കൻസ് കൂടുതലാണ്. സാധാരണ ഇവരെല്ലാം പട്ടാളത്തിൽ ഉയർന്ന സ്ഥാനത്തേക്ക് നോക്കുന്നവരാണ്, കളത്തിലിറങ്ങി കളിക്കുന്നവരല്ല. വെറുതെ അല്ല, ഇവന്മാരൊക്കെ വേറെ ഏതോ ലെവലാണ് എന്ന് കാഫ്ക. എന്നാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് അവളിലേക്കാണ്. 16ാം വയസ്സിലെ കാലിഫോർണിയ ന്യൂട്രലൈസേഷൻ കോളേജിൽ നിന്നും പാസ് ഔട്ടായി. ചരിത്രത്തിൽ ആദ്യമായി അത് നേടിയെടുത്തത് അവളാണ്. എല്ലാവരും അവളെ വിളിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ടാലന്റ് എന്നാണ്. ഷിനോമിയ കിക്കുറു. മേൽപ്പറഞ്ഞ എല്ലാവരും കിക്കുറുവിനോട് ഏറ്റുമുട്ടാൻ വെമ്പി നിൽക്കുകയായിരുന്നു. എക്കാലത്തെയും ഏറ്റവും ബെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കൻസ് ആണിത്. അതുകൊണ്ട് അപ്പോൾ കിക്കുറു കാഫ്കയുടെ മുന്നിലേക്ക് വന്ന് വെയും വിളക്കി. ഞാൻ എത്ര അടിപൊളിയാണെന്ന് ഇപ്പൊ മനസ്സിലായോ ഹിബിനോ കാഫ്ക? കാഫ്ക ഉടനെ ആവേശത്തിൽ അവളുടെ തോളിൽ കയറി പിടിച്ചു പറഞ്ഞു, നീ ഇത്ര അടിപൊളിയാണെന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നു. പെട്ടെന്ന് അവളുടെ ബോഡി ഗാർഡ്സ് കാഫ്കയെ ഇടിച്ച് നിലത്തിട്ടു. മാടത്തെ തൊടുന്നോടോ എന്ന് ചോദിച്ച് അവനെ ഇട്ട് ചാവട്ടി കൂട്ടി. ഈ പുള്ളി ഏതാ? ഷിനോമിയയുടെ കൂട്ടത്തിലുള്ളതാ. ഇതിപ്പോ 2ാമതാണ് ഞാൻ തന്നെ നാണം കെടുത്തുന്നത് ഹിബിനോ കാഫ്ക. ഇനി എത്ര തവണ കൂടി പറ്റുമെന്ന് നോക്കാം. കിക്കുറു കാഫ്കയുടെ അടുത്ത് വന്ന് ഷോ ഇറക്കിയിട്ട് പോയി. കാഫ്കയ്ക്ക് പൊട്ടി. നിന്നെ ഞാൻ നാണം കെടുത്തോടി.
എന്റെ കാര്യം തീർന്നു. ഇനിയും പ്രതീക്ഷയുണ്ട്, അവിടേക്ക് വന്ന റെനോ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് കൈജുവിന്റെ ബോഡി ഡിസ്പോസൽ ചെയ്യുന്നതാണ് 2ാമത്തെ ടെസ്റ്റ്. ഓടാ, അവർക്ക് കൈജുവിനെ കുറിച്ചുള്ള നമ്മളുടെ നോളജും അറിയണം, ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവും അറിയണം. അതുകൂടാതെ കൈജുവിനെ കൊല്ലുന്നത് മാത്രമല്ല ഈ പണിയുടെ ഭാഗമെന്നും പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ടൈം ജോലിക്ക് കൈജു ഡിസ്പോസലിൽ വന്നത്. ഓക്കെ, കാഫ്കയ്ക്ക് എനർജി തിരിച്ചു വന്നു. അടുത്തതിന് നമ്മൾ പിടിച്ചിരിക്കും. അതെ, ഡിഫൻസ് ഫോഴ്സ് ഏരിയ നമ്പർ 2. മത്സരാർത്ഥികളെല്ലാം അവർ ഒരു വലിയ ഗേറ്റിന് മുന്നിൽ കൊണ്ടു നിർത്തി. വാ, ഭയങ്കര വലുതാണല്ലോ. അപ്പോൾ ഒരാൾ അവിടേക്ക് വന്ന് പറഞ്ഞു, ഞാനാണ് 3rd ഡിവിഷന്റെ വൈസ് ക്യാപ്റ്റൻ ഹോഷിന. ഈ വർഷത്തെ 2nd സ്റ്റേജ് എക്സാം കമ്മിറ്റി ഹെഡും ഞാനാണ്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ സ്ഥലത്ത് വെച്ചായിരിക്കും നടക്കുന്നത്. അയാൾ ആ വലിയ ഗേറ്റ് തുറന്നു. ഈ ഏരിയയിൽ നിങ്ങളുടെ ടാസ്ക് എന്നത് കൈജുവിനെ കണ്ടെത്തി ഡിസ്പോസൽ ആയിരിക്കണേ, ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൊല്ലുക. ന്യൂട്രലൈസ് ചെയ്യാനോ? കാഫ്കയ്ക്കും റെനോയ്ക്കും മാട്ടി കിട്ടിയ പോലായി. ഗേറ്റിന്റെ അകത്ത് ചെറിയ കൈജുകൾ ഉണ്ടായിരുന്നു. ആൾക്കാരെ കണ്ട് അത് ഉടനെ അവർക്ക് നേരെ കുതിച്ചു. അത് പുറംതിരിഞ്ഞു നിന്ന ഹോഷിനയ്ക്ക് നേരെ ചാടി. ഉടനെ ഇരുമ്പ് കമ്പികൾ വന്ന് പതിച്ച് കൈജുവിനെ ഗേറ്റിനുള്ളിൽ ലോക്കാക്കി. ഹോഷിനയ്ക്കാണെങ്കിൽ ഒരു ചാഞ്ചാട്ടവും ഇല്ലായിരുന്നു. കാഫ്ക പേടിച്ച് പുറകിലേക്ക് വീണുപോയി. ചിലരൊക്കെ എക്സൈറ്റഡ് ആയി. കാഫ്ക പേടിച്ചിരിക്കുന്നത് കണ്ട് കിക്കു കളിയാക്കി ചിരിച്ചു. ബോഡി നശിപ്പിക്കുന്നത് എപ്പോഴാട്ടാ ഇച്ചിക്കവ ചേട്ടാ? കഴിഞ്ഞ 2 വർഷം അതായിരുന്നു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്നാ ചെയ്യാനാ എന്ന് റെനോ. അപ്പോൾ ഹോഷിന സോഷിറോ പറഞ്ഞു, നിങ്ങളെ എന്തായാലും വെറും കൈയോടെ അകത്തേക്ക് വിടാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ധരിക്കും. അതൊരു പ്രത്യേകതരം കറുത്ത സ്യൂട്ടായിരുന്നു. ഓ, അപ്പോൾ ഇതാണല്ലേ ഇസുമോടെക്കിന്റെ ഗിയർ, GX4552 അല്ലേ? റെനോ അത് ശരീരത്തിൽ അണിഞ്ഞു. അതിട്ടതും ശരീരത്തിന് പറ്റിയ രീതിയിൽ അത് രൂപം മാറി പറ്റി പിടിച്ചു. മറ്റൊരു ചർമ്മം പോലെ ആയി മാറിയത്. ബോഡി മെഷർമെന്റ്സ് ആൻഡ് ഷേപ്പ് അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ്. കൈജു മസിൽ ഫൈബറുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു. റെനോ ചിന്തിച്ചു, എന്റെ ശരീരത്തോട് ഒന്നായി മാറുകയാണല്ലോ ഇത്. എന്റെ മസിലെല്ലാം ശക്തിപ്പെടുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അല്ല, അപ്പോ ഇതാണ് ഡിഫൻസ് ഫോഴ്സിന്റെ കൈജു കോമ്പാറ്റ് സ്യൂട്ട്. ഹോഷിന മൈക്കിൽ കൂടി പറഞ്ഞു. കൈജുവിന്റെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച ഓർഗാനിക് മെറ്റീരിയലുകൾ കൊണ്ട് നിർമ്മിച്ചതാണിത്. ഇത് ധരിക്കുന്ന ആളുടെ ശക്തി പല മടങ്ങായി വർദ്ധിക്കും. ഇപ്പോഴത്തേക്കും കൈജുവിനെതിരെ ഇതിലും ശക്തമായ ഒരു ആയുധമില്ല. അപ്പോൾ 3rd ഡിവിഷന്റെ ഓപ്പറേറ്റർ കൊനോമി ഒക്കനോഗി എന്ന് ശ്രീ പറഞ്ഞു. സ്യൂട്ട് ധരിച്ചവരുടെ അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ അളക്കാൻ തുടങ്ങാം. ഓക്കെ, റെനോ ഇച്ചിഗവ അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ 8%, ഹറുയിച്ചി ഇസുമോ 18%, അവോയി കാഗരാഗി 15%, ഇഹാറു ഫുർഹാഷി 14%. അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ എന്നത് സ്യൂട്ടിന്റെ ശക്തി എത്ര ശതമാനം നിങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ പറ്റുമെന്നതാണ്. ട്രെയിനിങ് കഴിഞ്ഞാലും അത് ഏകദേശം 20% ഒക്കെ ആയിരിക്കും. ഹോഷിന എല്ലാവരോടും പറഞ്ഞു. 10% കൂടുതലുള്ളവരെ ഈ വർഷം കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമെന്ന് കൊനോമി ഹോഷിനയോട് പറഞ്ഞു. അതെ, ഈ വർഷം ലോട്ടറി അടിച്ചതുപോലെ എന്ന് ഹോഷിനായി. അപ്പോൾ ഷിനോമിയ കിക്കുറു അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ 46%. എല്ലാവർക്കും അത് അത്ഭുതമായി പോയി. ഇവളിപ്പോൾ തന്നെ പ്ലട്ടൂൺ ലീഡറിന്റെ ലെവലാണല്ലോ, ഹോഷിന ചിന്തിച്ചു. ഗ്രേറ്റസ്റ്റ് ടാലന്റ് ഇൻ ഹിസ്റ്ററി അല്ലേ? ഒഫീഷ്യലി ജോയിൻ ചെയ്യാത്ത ആൾക്കാരിലെ റെക്കോർഡാണിത്. 8% ഉള്ളൂ, റെനോ അറിയാതെ പറഞ്ഞു. പെട്ടെന്ന് ഹോഷിന പറഞ്ഞു, വിഷമിക്കേണ്ട ആവശ്യമില്ല ഇച്ചിക്കാവക്കുൻ. ഫസ്റ്റ് ടൈം 8% കിട്ടുന്നത് തന്നെ വലിയ കാര്യമാണ്. സത്യത്തില് 0 കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പാസ്സായി. പിന്നെ 0 കിട്ടിയാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹിബിനോ കാഫ്ക, കൊനോമി പെട്ടെന്ന് പറഞ്ഞു. അൺലീഷ്ഡ് കോമ്പാറ്റ് പവർ 0%. ഇയാൾക്കെന്നാ പ്രശ്നം? അടിപൊളി, ഇതെന്റെ ആദ്യത്തെ 0യാ. ഹോഷിനായിരുന്നു ചിരിച്ചു. മെഷർമെന്റ് വല്ലതും തെറ്റാണോ? കൊനോമി പിന്നെയും ചെക്ക് ചെയ്തു. കാഫ്കയാണെങ്കിലും മാസിൽ പിടിച്ച് നിപ്പാണ്. ഈ ചിരി കൂടി സമയം താ, ഞാനിത് പിഴിഞ്ഞെടുത്തിരിക്കുമെന്ന് കാഫ്ക. ഹോഷിന കാഫ്ക കാണിക്കുന്നത് കണ്ട് പൊട്ടി ചിരിച്ചു. ഇത് ടോയ്ലറ്റ് ഒന്നും അല്ലടേ മൂക്കി കൊണ്ടുവരാൻ. ഈ വയസ്സൊരാള് കോവളിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പാസ്സാകത്തും ഇല്ലേലും. ഹോഷിന അവിടെ നിലത്തിരുന്ന് ചിരിച്ചു. പണി സീരിയസ് ആയിട്ട് എടുക്കണോ? കൊനോമി ഹോഷിനയ്ക്ക് നേരെ കളിച്ചു. ഇതെന്നാ നാശം, എന്നേലും ട്രിക്ക് കാണും. എക്സാം തീരുന്നതിന് മുന്നേ അത് കണ്ടുപിടിക്കണം. ഇങ്ങനെ കണ്ടിട്ട് ദേഷ്യം വരുന്നു. പാർക്കിങ്ങിൽ വെച്ച് കാണിച്ച ശക്തി എവിടെ? ഇക്കറു ഓർത്തു. എല്ലാവരും സ്യൂട്ടൊക്കെ ഇട്ട് റെഡിയായി. ഹോഷിന അവിടേക്ക് വന്നു. എല്ലാവരും സ്യൂട്ടൊക്കെ ഇട്ടതുകൊണ്ട് ഫൈനൽ എക്സാം ആരംഭിക്കാം. അതൊരു തകർന്ന സിറ്റി പോലെയുള്ള ട്രെയിനിങ് ഏരിയ ആയിരുന്നു. ടെസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം, ഹോഷിന പറഞ്ഞു. ഈ ട്രെയിനിങ് ഏരിയയിൽ പലയിടങ്ങളിലായി ഒരു ഹോജുവും 36 യോജുവുമുണ്ട്. കഴിഞ്ഞ വർഷം ഹാച്ചിയോജിയിൽ പ്രത്യക്ഷപ്പെട്ടവയാണ് ഇവയെല്ലാം. ട്രെയിനിങ്ങിനായി എല്ലാത്തിനെയും ഞങ്ങൾ ജീവനോടെ പിടിച്ചു. ആന്റൈ കൈജു വെപ്പണുകൾ കൊണ്ട് നിങ്ങൾ ഇവയെ നേരിടും.
നിങ്ങളുടെ ഓരോ നീക്കങ്ങളും ഡ്രോണുകളുടെ സഹായത്താൽ ഫുൾ ടൈം നിരീക്ഷണത്തിലായിരിക്കും. നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് തോന്നിയാൽ ഞങ്ങൾ സ്യൂട്ടിലുള്ള ഷീൽഡ് ആക്ടിവേറ്റ് ആക്കും. പക്ഷെ അത് ചെയ്യേണ്ടി വന്നാൽ തോറ്റെന്നാണ് അർത്ഥം. ഇത് നിങ്ങൾ അതിജീവിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് നൽകാനാവില്ല. ഇത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ആരംഭിക്കാം. എല്ലാവരും ഉടനെ തന്നെ മുന്നോട്ട് കുതിച്ചു. ഹിക്കറു മറ്റുള്ളവർക്ക് മുന്നിൽ കുതിച്ചു ചാടി ബിൽഡിങ്ങിൽ ചവിട്ടി ഓടി. മറ്റുള്ളവരെക്കാൾ മുന്നേ പോയി. ബാക്കിയുള്ളവർക്ക് ഇത് കണ്ട അത്ഭുതം. അവൾ ഓടിച്ചെന്നതും ഒരു കൈജീവിനെ കണ്ടെത്തി. ഉടനടി അതിനെ വെടിവെച്ച് ചിതറിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അടുത്തതിനെയും അവൾ കൊന്നു. എല്ലാവർക്കും അത് കണ്ട അത്ഭുതം. ആശം വാ പോകാം. പുറകിലകലെ ഇച്ചിക്കവാ. കാഫ്കയായിരുന്നു ഏറ്റവും പിറകില്. അവൻ ആ തോക്ക് പോലും ഉയർത്താൻ പറ്റിയിരുന്നില്ല. ഈ സ്യൂട്ടിന്റെ സഹായമില്ലാതെ ഈ സാധനത്തിന് ഒട്ടുക്കത്തെ വെയിറ്റ് ആണല്ലോ. എനിക്ക് മാത്രം, ഈ സീറോയ്ക്ക് മാത്രം, എനിക്ക് മാത്രമേ ഇതറിയൂ. ഇതിൽ അഭിമാനിക്കാൻ എന്നെ ഇരിക്കുന്നു. പക്ഷേ നമ്മൾ എന്നാ ചെയ്യും? റെനോ ചോദിച്ചു. ഇത്ര അറ്റാക്ക് പവർ ഒന്നും നമ്മൾക്കില്ലല്ലോ. അപ്പോൾ ഹോഷിന അവരുടെ ഹെഡ്സെറ്റിൽ പറഞ്ഞു, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്യാപ്റ്റൻ മിന ആഷിറോയും നിങ്ങളുടെ പ്രകടനം കാണാൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു പ്രകടനം കാഴ്ചവെക്കൂ. അതെ, ഞാൻ സീറോ ആണെങ്കിൽ ഇപ്പോൾ എന്നാ? സമാധാനിക്ക്. ഇതാണ് എൻ്റെ അവസാന ചാൻസ്. ഇച്ചിക്കാവ, എക്സാമിനിങ് ഓഫീസേഴ്സ് എന്തുകൊണ്ടാണ് നമ്മളെ ഡ്രോണുകൾ കൊണ്ട് നിരീക്ഷിക്കുന്നത്? പെട്ടെന്ന് കാഫ്ക റെനോട് ചോദിച്ചു. അതെ, എത്ര കൈജീവനെയാണ് നമ്മൾ കൊന്നതെന്ന് അറിയണമെങ്കിൽ സെൻസർ കൊണ്ട് ട്രാക്ക് ചെയ്യാമായിരുന്നു എന്ന് റെനോ. അതെ, നമ്മളുടെ കഴിവുകൾ പരീക്ഷിക്കുകയാണവർ. അതുമാത്രമല്ല, സാഹചര്യവുമായി അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവും. അതിനർത്ഥം അത്രയും അറ്റാക്ക് പവർ ഇല്ലാത്ത നമ്മൾ കാഫ്ക ഹാൻഡ് ഗൺ പുറത്തെടുത്തു. ബാക്കിയുള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഹറൂയിച്ചി അവോയി ടീം ഒരു കൈജീവനെ നേരിടുന്നു. അത് റെനോ കാഫ്കയ്ക്ക് കാണിച്ചു കൊടുത്തു. ഓക്കെ, സൈഡിൽ കൂടി പോയി സപ്പോർട്ട് കൊടുക്കാം. അവർ സൈഡിലേക്ക് ചെന്നു. കാഫ്ക ആ കൈജീവനെ ഒന്ന് നിരീക്ഷിച്ചു. ആ കുളമ്പ്, എനിക്കിവനെ അറിയാം. പണ്ട് ഡിസ്പോസൽ നടത്തിയതാ ഇവനെ. അപ്പോൾ അതുകൊണ്ടാണല്ലേ ഇവർ സ്യൂട്ടിന്റെ കൂടെ ഇതും വെച്ചത്. ഉടനെ കാഫ്ക പുറത്തേക്ക് ഓടി കൈജീവന് നേരെ ഒരു സ്റ്റൺ ഗ്രനേഡ് എറിഞ്ഞു. അത് പൊട്ടിത്തെറിച്ചപ്പോൾ കൈജി വേദന കൊണ്ട് അലറി. സ്റ്റൺ ഗ്രനേഡോ? അതിന്റെ കാഴ്ചശക്തി പോരാ, പക്ഷേ പകരം വയ്ക്കാനായി ശക്തമായ കേൾവി ശക്തി ഉണ്ട് അതിന്. അത് മുതലെടുത്താൽ ഇതിനെ പെട്ടെന്ന് തന്നെ കൊല്ലാം. എന്നിട്ട് കാഫ്ക ഉറക്കെ വിളിച്ചു പറഞ്ഞു, വയറ്. മറ്റ് കൈജീവിനേക്കാൾ ഇതിന്റെ വയറ്റിലുള്ള സ്കിന്ന് സോഫ്റ്റ് ആണ്. വയറിലോട്ട് ഷൂട്ട് ചെയ്യ്. അത് കേട്ട ഹറോയിച്ചി അവോയി ടീം അങ്ങനെ തന്നെ ചെയ്തു. കൈജി വെടികൊണ്ട് പൊട്ടിത്തെറിച്ചു. അവർക്ക് അത്ഭുതം. നൈസ് അസിസ്റ്റ് ഷിനോമിയ ഗ്രൂപ്പി. ഞാൻ അവളുടെ കൂട്ടത്തിലുള്ളതല്ല. പിന്നെ കാഫ്കയും റെനോയും അടുത്ത സ്ഥലത്തേക്ക് ഓടി. മോണിറ്ററിംഗ് റൂമിലിരുന്ന് അവരെല്ലാം ഇത് കാണുന്നുണ്ടായിരുന്നു. കൊള്ളാം സെമ്പായി, നമ്മൾ എന്തോരം കൈജീവനെ ഡിസ്പോസൽ ചെയ്തിട്ടുള്ളതാ. ഇവന്മാരെയൊക്കെ നമ്മൾക്ക് ആകാൻ പുറം അറിയാം. എനിക്കിത് പറ്റും. എനിക്കെന്റെ കൈജു പവർ ഉപയോഗിക്കേണ്ടി വരില്ല. അടുത്തത് ഞാൻ അറിയാം സെമ്പായി. റെനോ തിരിഞ്ഞു നോക്കിയപ്പോൾ എവിടെ നിന്നോ വന്ന കൈജു കാഫ്കയെ അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. കാഫ്ക തെറിച്ചുപോയി ഒരു ബിൽഡിങ്ങിൽ ഇടിച്ചു വീണു. ഏരിയൽ ഡെൽറ്റ നമ്പർ 2032 ഇഞ്ചുവേർഡ്. കോമ്പാറ്റിന് സാധിക്കില്ല. യോജു അടുത്തുകൊണ്ടേയിരിക്കുന്നു. അവർ റിമോട്ട് ഷീൽഡ് അപ്ലൈ ചെയ്യാൻ തയ്യാറായി. കാഫ്കയ്ക്ക് നല്ല മുറിവ് പറ്റിയിരുന്നു. നാശം, അവരിപ്പോൾ ഷീൽഡ് ഇടും. എഴുന്നേൽക്ക്. അവള് കാണുന്നുണ്ട്. അവളുടെ മുന്നിൽ ഇനിയും നാണം കെടാനാവില്ല എനിക്ക്. കൈജു കടിക്കാനായി മുന്നോട്ട് വന്നു. റിമോട്ട് ഷീൽഡ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. പുള്ളി ഫസ്റ്റ് തന്നെ ഡ്രോപ്പ് ഔട്ട് ആകുമെന്ന് തോന്നിയായിരുന്നു. കഷ്ടം, പുള്ളി നല്ല കോമഡി ആയിരുന്നു, ഒന്ന് ഹോഷിനായും പറഞ്ഞു. പക്ഷേ കൈജുവിനെ പെട്ടെന്നേരെ തുരുതുരെ വെടിവെച്ചു. അത് ചത്തു വീണു. ഇതിപ്പോ മൂന്നാമത്തെ തവണയാ. ഹിബിനോ കാഫ്ക, ഞാനിവിടെ ഉള്ളപ്പോൾ ആരും മരിക്കില്ല. ഷിനോമിയ കിക്കറു കാഫ്കയെ രക്ഷിച്ചു. കിക്കറു, നീ എന്നെ രക്ഷിച്ചു. ഞാൻ പോയി ബാക്കിയുള്ളതിനെ കൂടി കൊല്ലട്ടെ. താൻ ഇവിടെ ഒരു തോൽവിയെ പോലെ കിടന്നു. അവള് കളിയാക്കിയിട്ട് പോയി. അവള് മെയിൻ ടാർഗറ്റിന് പിറകെ എന്ന് ഹാരുയിച്ചി. ഞാൻ ഇതിനെ ആദ്യം കൊല്ലുമെന്ന് ഇഹാറു. അപ്പോൾ കിക്കറു ഇഹാറുവിനെ അറ്റാക്ക് ചെയ്യാൻ വന്ന കൈജുവിനെ കൊന്നു. ശ്രദ്ധിച്ച് നിൽക്കടേ. ഇവ കൊടുക്കത്തെ പവറാണല്ലോ. ഞങ്ങളുടെ അതേ സാധനങ്ങൾ തന്നെയാണോ ഇവക്കും കിട്ടിയത്? അപ്പോ നിന്റെ കോമ്പാറ്റ് പവർ അത്ര വലുതാണല്ലേ എന്ന് അവോയും. നാശം, എനിക്കും പോകണമെന്ന് കാഫ്ക. അപ്പോൾ റെനോ അവന്റെ അടുത്തേക്ക് വന്നു. കാഫ്കയുടെ കാൽ ഒടിഞ്ഞിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ഹോഷിന ഹെഡ്സെറ്റിൽ പറഞ്ഞു, 2032 കേൾക്കാമോ? ഇത് മോണിറ്ററിംഗ് റൂമിൽ നിന്ന് ഹോഷിനയാണ്. നിങ്ങൾക്ക് പരിക്ക് പറ്റിയതായി ഞങ്ങൾക്ക് കാണാം. ഇല്ല, ഞാൻ പിന്മാറുന്നു. എനിക്കിനിയും അവസരമുള്ളപ്പോൾ ഇല്ല. എനിക്ക് അവളുടെ അരികിൽ തന്നെ നിൽക്കണം. എപ്പോഴും കഴിവുള്ളവരാണ് എന്നെ മറികടന്നു പോകുന്നത്. എക്സാം കൺട്രോളർ എന്ന നിലയ്ക്ക് നീ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ആ ഷീൽഡ് പോലും അത്ര ശക്തമല്ല. തോൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എനിക്ക് പുതിയ സ്വപ്നങ്ങൾ കാണാനുള്ള പ്രായം കഴിഞ്ഞു. കാഫ്ക കാൽ ചവിട്ടി. എന്നെ കാണാൻ മണ്ടനെ പോലെ ഇരിക്കുമെങ്കിലും പക്ഷേ ഈ ഒരൊറ്റ നിമിഷത്തിലേക്ക് ഞാൻ എൻ്റെ ജീവൻ തന്നെ പണയപ്പെടുത്തി എൻ്റെ സ്വപ്നങ്ങളെ ഒരിക്കൽ കൂടി പിന്തുടരും. കോമ്പാറ്റ് പവർ 0.01%. ഇത്തവണ ഒരു കാരണവശാലും ഞാൻ തോറ്റു പിന്മാറില്ല.